ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചേഴ്സ് കുറുമ്പി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നോമ്പൊക്കെ തുറക്കുമ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റിയുള്ള അടിപൊളി ഒരു ഡ്രിങ്കും ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഷെയ്ക്ക് അല്ലെങ്കിൽ ഡ്രിങ്ക് അതിനെപ്പറ്റി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതും അതിനേക്കാൾ ടേസ്റ്റാണെന്ന് 100% എനിക്ക് പറയാൻ പറ്റും കേട്ടോ. അത്രയും ടേസ്റ്റാണിത്. അപ്പോൾ ഇതെന്താണെന്ന് എല്ലാവരും കണ്ടല്ലോ, മത്തനാണ്. നമ്മൾ കറി വെക്കാനെടുക്കണ മത്തനാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം കറി വെക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. ഇന്നതുപോലെ ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതുപോലത്തെ ചെറിയൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ്. ചെറിയൊരു പീസ് അതുപോലെ തന്നെ ആ ഒരു പാത്രത്തിലാക്കി ഞാൻ അടച്ച് വെച്ചു കേട്ടോ. ഇനി അടുത്ത ദിവസം ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് എന്താ ചെയ്യണമെങ്കിൽ കഴുകിയതാണ് കേട്ടോ. കഴുകിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെ വേവിക്കാം, അല്ലാതെ നമുക്ക് ഒരു പാത്രത്തിൽ വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. മത്തനല്ലേ, ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ വെന്ത് വരാനായിട്ട്. പക്ഷെ ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിൽ ഒരു വിസിലോ അല്ലെങ്കിൽ 2 വിസിലൊക്കെ അടുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിന്ന് ഞാൻ ഇനി തണുക്കണം കേട്ടോ, ചൂടൊക്കെ പോകണം. അപ്പോൾ അത് ചൂടൊക്കെ പോയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ തുറന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെ തന്നെ ഈ വെള്ളത്തോടെ നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിക്കുകയും ചെയ്യാം. അതല്ലെങ്കിൽ ഇതിന്ന് ആ ഒരു മത്തൻ്റെ ആ കഷ്ണങ്ങൾ മാത്രം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ വെള്ളം ഞാൻ എടുക്കണില്ല, ഞാൻ അതിന് മത്തൻ്റെ കഷ്ണങ്ങളുടെ എടുക്കുകയാണ്. എന്നിട്ട് അത് മിക്സീൻ്റെ ജാറിലേക്ക് ഇടുകയാണ് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് മിക്സീൻ്റെ ജാറിലേക്ക് അങ്ങോട്ട് ഇടുകയാണ്. അപ്പോൾ മിക്സീൻ്റെ ജാർ എടുത്തപ്പോൾ പൊടിയുണ്ട്, എത്ര കഴുകി വെച്ചാലും പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കഴുകട്ടെ വിചാരിച്ചു. അപ്പോൾ അത് കഴുകി കേട്ടോ. മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണ 1-2 ഐറ്റം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ എന്താ പറയുക, നേന്ത്രപ്പഴത്തിൻ്റെ ആ പുളിപ്പൊന്ന് ജ്യൂസ് അടിക്കുമ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ അത്രയും ഇഷ്ടമാവണമെന്നില്ല. പക്ഷേ ഇവിടെ അത് മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. കാരണം കിച്ചുമോള് അതിൻ്റെ മുകളിൽ പിന്നെ ബൂസ്റ്റൊക്കെ ഇട്ടിട്ടൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതെല്ലാം നമ്മൾ തണുപ്പിച്ച് കഴിക്കണമാണ് ഒന്നുകൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, അതുപോലെ തന്നെ ഒരു ഗ്ലാസ്, ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ നിറച്ച് പാൽ കേട്ടോ. പാല് ഫ്രിഡ്ജിൽ വെച്ച പാലായിരുന്നേ. അത് ഫ്രിഡ്ജിൽ വെച്ചത് നിങ്ങൾ കാച്ചത് ഏതാണോ അത് ഉപയോഗിക്കാം. നന്നായിട്ട് മിക്സി ഒന്ന് അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ ഒരു ക്രീമി കളറായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ തീർത്തും ഓപ്ഷനിലാണ്, ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇനി അതല്ല, ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പിസ്തയുടെ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒരു പ്രത്യേക ഫ്ലേവറും ഒരു ഇതും കൂടെ. ഇനിയിപ്പോൾ വാനില എസൻസ് അതുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പിസ്തയുടെ എസൻസാണ് ചേർത്തത്. അപ്പോൾ കണ്ടല്ലോ ഇപ്പോൾ ഇതിൻ്റെ ഒരു കളറ്. ഇനി ഇത് ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ഐസ് ക്യൂബ് ഇട്ടിട്ട് ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് ഇപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിതിലേക്ക് ചേർക്കണത് കസ്കസ് അല്ലേ, അതാണ് ചേർക്കണം കേട്ടോ. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. അത് ഇതിനിടയിൽ കൂടെ അങ്ങനെ നമ്മൾ കുടിക്കുന്ന സമയത്തൊരു എന്താ പറയുക, അങ്ങനെ കടിക്കാനൊരു ടേസ്റ്റ് അത്രയേ ഉള്ളൂ. അതൊന്നും വേണമെന്നില്ല. മത്തനും പഞ്ചസാരയും പാലും നന്നായിട്ട് അങ്ങോട്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. എന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക, തണുപ്പിച്ചിട്ട് കുടിക്കുക. അപ്പോൾ ഇത് ഞാൻ ക്ലാസ്സിലേക്കൊന്ന് സെർവ് ചെയ്യണ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ജ്യൂസിൻ്റെ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ഈ സാധാ നോർമൽ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. ജ്യൂസിൻ്റെ ഗ്ലാസ്സിലൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി ഒരു ഭംഗിയായിട്ടിരിക്കുന്നു മാത്രം. അപ്പോൾ ഞാനതിലേക്കൊരു 3 ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ജ്യൂസ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഡ്രിങ്ക് കേട്ടോ. ഇത്രയും തിക്ക് വേണ്ട, കുറച്ച് ഒന്നും കൂടെ തിക്ക് കുറഞ്ഞിരിക്കണം എന്നുള്ളവർക്ക് വീണ്ടും പാലൊഴിക്കാം, അല്ലെങ്കിൽ വെള്ളം ചേർക്കാം. ഞാൻ ഇപ്പോൾ ഒന്നും ചേർക്കണില്ല കേട്ടോ. ഇതേപോലെ തന്നെ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കസ്കസൊക്കെ ചേർത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും മക്കൾ വരാൻ സമയപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ക്ലാസ്സിലേക്ക് ഒഴിച്ചതാണ് കേട്ടോ. ഡ്രിങ്ക് നല്ല അടിപൊളിയാണ്. 100% എനിക്ക് പറയാൻ പറ്റും. ഇന്നലത്തെ പോലെയല്ല. ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ പഴം ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും. അപ്പോൾ ആ പഴത്തിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഡ്രിങ്ക് അത്രയും ഇഷ്ടം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇന്നത്തെ അങ്ങനെയല്ല. ഇന്നത്തെ ഡ്രിങ്ക് എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അത്രയും ടേസ്റ്റാണ്. ആകെ നമ്മുടെ വീട്ടിൽ 1-2 ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഈ നോമ്പിന് നമ്മുടെ 2ാമത്തെ ഡ്രിങ്കായ ഈ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.